ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ച ആ നടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ചേച്ചി, ഞാൻ പേര് പറയുന്നില്ല, അത് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട്. ഇപ്പം സുപ്രീം കോടതിയുടെ നോട്ടീസ് കിട്ടിയോ? സുപ്രീം കോടതിയുടെ നോട്ടീസ് അല്ല കിട്ടിയത്. ഇത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ രഹസ്യമൊഴി കൊടുക്കാനായിട്ട് നമുക്ക് പോലീസ് സെർവ് ചെയ്ത നോട്ടീസാണ് കിട്ടിയത്. അപ്പം മറ്റന്നാൾ പോയി രഹസ്യമൊഴി കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. എനിക്ക് കേസേ ഉണ്ടായിരുന്നില്ലല്ലോ. ഹേമ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞത് കേസ് കൊടുക്കാനോ ഒരു ഗിൽറ്റി ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കാനോ വേണ്ടി ആയിരുന്നില്ല. അത് നമ്മളുടെ സിനിമ രംഗത്ത് നടക്കുന്ന തെറ്റായ പ്രവണതകൾ, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ ആയിരുന്നു. അത് എന്തെങ്കിലും ഒരു കേസ് ആവും എന്ന് വിചാരിച്ച് പറഞ്ഞ ഒരു കാര്യമല്ല. അതിനകത്ത് ഹിയർസേ ഉണ്ടായിരുന്നു. ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ, എന്തെങ്കിലും പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ഇപ്പൊ FIR ആയിട്ട് വന്നേക്കാണ്. അത് എന്റെ കൺസെന്റോട് കൂടി എടുത്ത ഒരു കേസല്ല. മനസ്സിലായി. എന്റെ കൺസെന്റ് ആവശ്യമാണ്. എന്നോട് പറയുമ്പോൾ എന്നോട് കൃത്യമായി ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തി തരേണ്ടത് ആവശ്യമായിരുന്നു. പേര് വരില്ല, ഈ വിഷയങ്ങളൊന്നും തന്നെ വരില്ല. ഇത് അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, നിയമം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ ഞാൻ അത് വിശ്വസിച്ചാണ് ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചത്. അപ്പൊ അതിനുശേഷം അങ്ങനെ അല്ലാതെ പെട്ടെന്ന് അത് FIR ആയിട്ട് മാറുമ്പോൾ അതിന് എനിക്ക് അത് ബോധ്യമില്ല. കാരണം അത് 2009 നടന്ന ഒരു കാര്യമാണ്. ചേച്ചിക്ക് ഫസ്റ്റ് പേഴ്സൺ അനുഭവമില്ലാത്ത കാര്യങ്ങൾ, കേട്ടറിവുള്ള കാര്യങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എന്ന നിലയിലല്ലേ? അതെ, അതെല്ലാം ഇപ്പൊ FIR ആയി മാറിയിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ വിളിച്ച് ചോദിച്ചു, എന്നോട് ഈ വിഷയം പറഞ്ഞ പെൺകുട്ടിയോട് വിളിച്ചു ചോദിച്ചപ്പോൾ അത് പറഞ്ഞാൽ ഒരു തരത്തില് കേസിൽ പോകാൻ താല്പര്യമില്ല, എന്തിനാണ് ഞാനിത് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. അപ്പൊ അതൊരു പ്രോബ്ലം അല്ലേ? ഞാൻ മെറിൻ മാമിന്റെ മുമ്പിൽ വെച്ച് തന്നെ അത് പറഞ്ഞ അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ SITക്ക് എഴുതി കൊടുത്തു, ഇതിന് കേസില്ല, ഇത് പ്ലീസ് ഇത് ഫോർവേഡ് ചെയ്യരുതെന്ന്. ഇപ്പൊ ഞാനത് രഹസ്യമൊഴി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലോജിക്കൽ ഇഷ്യൂസ് ഇല്ലേ? അപ്പൊ SIT ഇടയ്ക്കിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പരാതി ഉണ്ടോ താങ്കൾക്ക്? ഇല്ല, എനിക്ക് ഒരു പരാതിയും ഇല്ല. എനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു SITയോട് പറഞ്ഞു. അപ്പൊ അവരത് പിന്നെയും അത് ഫോർവേഡ് ചെയ്തു, ആൾക്കാരെ വിളിച്ച് തെളിവെടുത്തു. അപ്പൊ ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് കേസ് ഇല്ലെങ്കിൽ ഇത് ദയവ് ചെയ്ത് ഒഴിവാക്കി തരണം. അപ്പൊ വീണ്ടും നോട്ടീസ് വന്നു, അതും ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്തു. ഇപ്പൊ മറ്റന്നാൾ എന്തായാലും രഹസ്യമൊഴി കൊടുക്കുന്നില്ല? ഇല്ല, കൊടുക്കുന്നില്ല. എനിക്ക് രഹസ്യമൊഴി ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? രഹസ്യമൊഴി എനിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു നിർദ്ദേശമാണ് ഇപ്പം, അങ്ങനെ ഒരു നിർദ്ദേശമാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് രഹസ്യമൊഴി ഇല്ല കൊടുക്കാൻ. അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ ആലോചിക്കുന്നത്? എന്ത് ചെയ്യാൻ എനിക്കറിയില്ല. ഏറ്റവും ചേച്ചി കേൾക്കാമോ? പറഞ്ഞോളൂ. ഇടയ്ക്ക് ഹോൾഡിലായി പോയി. നമ്മുടെ ഏറ്റവും വലിയ പരമാധികാര കോടതി എടുത്ത് ഞാൻ എന്റെ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. അവര് തീരുമാനം പറയട്ടെ. എനിക്ക് തീരുമാനങ്ങളൊന്നുമില്ല, കോടതി പറയട്ടെ. എനിക്ക് കേസില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും ഞാൻ കേസ് കൊടുക്കണമെന്ന് നിർബന്ധിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എനിക്ക് കേസില്ല ഒരു വിഷയത്തിൽ. ഞാൻ നിർബന്ധമായും എനിക്ക് കേസ് കൊടുക്കണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതായത് താങ്കളോട് ഇപ്പം താങ്കൾ കേട്ടറിഞ്ഞുള്ള അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ അറിവുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതിയൊക്കെ മുന്നോട്ട് വരണമെന്നാണ് ആവശ്യങ്ങൾ വരുന്നത്? മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി ഒരാൾക്കും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഒരു ദുരനുഭവവും ഉണ്ടാവരുത് എന്ന് കരുതിയായിരിക്കും ഒരുപക്ഷെ താങ്കൾ അന്ന് ആ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ താങ്കൾക്ക് അറിവുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ? അതെ, നിയമം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. പുതിയ നിയമം ഉണ്ടാവും, സ്ത്രീകൾക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാവും, സ്ത്രീകൾ കൂടുതൽ പ്രവർത്തിക്കാൻ വരും, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെല്ലാം അനുഭവിച്ചോ, നമ്മളെല്ലാം കേട്ടറിവുണ്ടോ എല്ലാം പറഞ്ഞു. അത് FIR ആയി മാറുമ്പോൾ അതിനകത്ത് ലോജിക്കലായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. അത് FIR ആയിട്ട് മാറുമ്പോൾ SITയുടെ മുമ്പിൽ ഞാൻ മൊഴിയെടുക്കാൻ പോയി, വീഡിയോയിലും ഓഡിയോയിലും എഴുതിയും കൊടുത്തു. എനിക്ക് കേസില്ല, ഇത് കേസ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. ഒരു ഹിയർസേ ആണ്. അതൊക്കെ കേസായി മാറിയാൽ എങ്ങനെയാ? ആ കുട്ടിക്ക് താല്പര്യമില്ല. അത് മനസ്സിലാവുന്നുണ്ടോ? ആ കുട്ടി മറ്റൊരു 2009 നടന്ന ഒരു കാര്യം, 2009 ഞാൻ പറയുമ്പോൾ അതിനും കുറെ വർഷം മുമ്പ് നടന്ന ഒരു കാര്യം. ഇന്ന് 2024 ആ കുട്ടിക്ക് താല്പര്യമില്ല ഇതിൽ പങ്കെടുക്കാൻ. നമ്മൾ എന്തുമാത്രം വലിയ പ്രശ്നത്തിലാണ് പെടുന്നത്.
ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഇപ്പൊ താങ്കൾ സ്വാഭാവികമായി കേട്ടറിവുള്ള കാര്യങ്ങൾ കമ്മിറ്റിക്ക് മുൻപിൽ പോയപ്പോൾ അതിന് ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടല്ലേ സംസാരിച്ചത്? ആ ടേംസ് ഓഫ് റെഫറൻസിൽ ഇത് കേസ് ആകില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നില്ലേ? റെഫറൻസ് നിങ്ങൾ വായിച്ചു നോക്കൂ, 5th പേജിലുണ്ട്. അതിനകത്ത് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ എന്നല്ലാതെ ഇത് നാളെ ഒരു കേസ് ആകുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മനസ്സിലായി. ശരി, വളരെയധികം നന്ദി ചേച്ചി സംസാരിച്ചതിന്.